നല്ല പേസ്റ്റൽ കളർ പാലറ്റിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളറ്. അതിന്റെ ഫാബ്രിക് പറയുകയാണെങ്കിൽ ടിഷ്യൂ ചന്തേരിയാണ്. ചന്തേരിയിൽ ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലെൻഡഡ് പാറ്റേണിൽ ഒരു പാർട്ടി വെയർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സാരിയാണ്. പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്ന സാരിയിൽ. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഫുൾ ബോഡിയിലും ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ പോയിന്റ് എംബ്രോയിഡറി മോട്ടീവ്സ് ആയിരിക്കും സാരിയിൽ വരുന്നത്. ക്ലോസർ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. പീച്ച് തന്നെയാണ്. പീച്ച് ബോഡിയിൽ അതേ ആ ഒരു ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ആപ്ലിക്കോക്ക് വന്നിട്ട് അതിൽ പോയിന്റ് എംബ്രോയിഡറിയുടെ ഔട്ട്ലൈനാണ് വരുന്നത് സാരിയിൽ. എൻ്റെ സാരിയും ഇതേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആ ഒരു ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കോക്ക് വന്നിട്ട് ഫുൾ പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും വരുന്നത്. ചെസ്റ്റ് പോർഷനും പല്ലും എല്ലാം ഫുൾ വന്നിട്ട് പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ഷോർട്ട് പല്ലു ഗോൾഡൻ സെറി ലൈൻസിലുള്ള സിമ്പിൾ മുന്താണിയാണ് സാരിക്ക് വരുന്നത്. വിത്ത് പ്ലെയിൻ ബ്ലൗസ് സെയിം ടോണിൽ തന്നെ, അതേ പീച്ച് ടോണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. എല്ലാ സാരീസും നല്ല സോഫ്റ്റ് പേസ്റ്റിലെ കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സാരി പിസ്ത ഗ്രീൻ ആണ്. ഇതും അതേ ആപ്ലിക്കോക്ക് തന്നെയാണ്. ഫ്ലോറൽ ആപ്ലിക്കോക്ക് വന്നിട്ട് ഔട്ട്ലൈൻ വരുന്നത് പോയിന്റ് എംബ്രോയിഡറിയിലാണ്. നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതെല്ലാം നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ആണ്. എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. സോഫ്റ്റ് ടിഷ്യൂ ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിലും ആപ്ലിക്കോക്ക് വരുന്നത് അതേ മോട്ടീവ്സ് തന്നെയാണ്. ഔട്ട്ലൈൻ വരുമ്പോൾ പോയിന്റ് എംബ്രോയിഡറിയിലായിരിക്കും ഔട്ട്ലൈൻ വരിക. പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. എൻ്റെ സാരി സെയിം സ്റ്റൈൽ മുന്താണി വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. പേസ്റ്റൽ യെല്ലോയിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സിലായിരിക്കും ഫുൾ ബോഡിയിലും ആപ്ലിക്കോക്ക് വരുന്നുണ്ട്. പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിലായിരിക്കും ഫുൾ സാരി വരുന്നത്. അതേ മോട്ടീവ്സ്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വന്നിട്ട് ഷോർട്ട് പല്ലു വരുന്നുണ്ട്. ഗോൾഡൻ സെറിയിലുള്ള തിൻ ലൈൻസിലാണ് ഷോർട്ട് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നത് പേസ്റ്റൽ യെല്ലോയിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ബേബി പിങ്കിലും അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ആപ്ലിക്കോക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ട് പോയിന്റ് എംബ്രോയിഡറി സ്റ്റൈൽ വിത്തൗട്ട് ബോർഡർ ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല പാറ്റേണിൽ എംബ്രോയിഡറി വർക്കാണ്. എംബോസ്ഡ് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കിലാണ് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ ആണ്. എംബ്രാൾഡ് ഗ്രീനിന്റെ തന്നെ ലൈറ്റ് ടോൺ ആണ് സാരി. അതിൽ സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ വന്നിട്ട് അതേ ടോണിൽ തന്നെ എംബ്രാൾഡ് ഗ്രീനിൽ തന്നെ എംബോസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു ഗ്രീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ ഗ്രീനിൽ തന്നെ ആയിരിക്കും എംബോസ്ഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് സെയിം സ്റ്റൈലിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. നല്ലൊരു ഗ്രീൻ ആട്ടോ. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരിക. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഇതേ സ്റ്റൈലിൽ തന്നെ വരുന്നുണ്ട് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. സെയിം കളർ പാലറ്റ് തന്നെ വന്നിരിക്കുന്നത്. സോഫ്റ്റ് എമറാൾഡ് ഗ്രീൻ തന്നെ വന്നിരിക്കും. ആ ഒരു എംബോസ്ഡ് എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. സ്കാലപ്പ് ഫിനിഷിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. ആ ഒരു എമറാൾഡ് ഗ്രീനിൽ ഈ ഒരു സ്റ്റൈലാട്ടോ ഇതിൽ വരുമ്പം ആ ഒരു വർക്ക് വരുന്നത്. ഇതായിരിക്കും എംബ്രോയിഡറി വർക്ക് ബോർഡർ. മുന്താണി ഫുൾ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്കൊരു ആപ്ലിക്കോക്കിന്റെ ഫീലിലാണ് സാരി വരുന്നത്. പക്ഷെ ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് തന്നെ വരുന്ന സാരിക്ക്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ഇതേ ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റിൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡിയിലും ബേബി പിങ്ക് ടോണിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബോസ്ഡ് പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ സാരി വരുന്നത്. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ബോഡി വരുന്നത്. ആ ഒരു എഡ്ജ് വരുന്നത് സ്കാലപ്പിലാണ്. ബേബി പിങ്കിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിൽ ഇതേ മോട്ടീവ്സ് ആണ് എൻറ്റയർ ബോഡിയിലും വരുന്നത് കേട്ടോ. ഇതായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. മുന്താണി പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഓഫ് വൈറ്റ് ആണ്. ഒരു ക്രീമിഷ് വൈറ്റ് ആണ് സാരി വരുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ സെയിം ടോണിൽ തന്നെ ആയിരിക്കും അതേ ആ ഒരു പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറിയുടെ മോട്ടീവ്സ് വരുന്നത് വിത്ത് ബോർഡർ. 1 ലെയറിൽ ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ലൈലാക്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത്. ലൈലാക്കിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ. പ്ലെയിൻ ബ്ലൗസ്.
സെയിം പാറ്റേൺ പേൾ ക്രീമാണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ലൊരു ഐവറി ക്രീമാണ്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, സ്കാലപ്പ് ഫിനിഷിൽ ബോർഡർ, പ്ലെയിൻ ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. 2 ഫാബ്രിക്കിലായിരുന്നു സാരി വന്നത്. ടിഷ്യൂ ചന്തേരിയിലും പോയിന്റ് എംബ്രോയിഡറിയിലും ആപ്ലിക്കോക്കിലുള്ള കളക്ഷൻസും ഉണ്ടായിരുന്നു. സോഫ്റ്റ് സിൽക്കി കോട്ടയിൽ ഫുൾ ബോഡി എംബോസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരുന്നു. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സിലായിരുന്നു സെക്കൻഡ് സാരി വന്നത്. ലാസ്റ്റ് സാരി ചെയ്യുന്നത് ലാവൻഡർ ആണ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ. ലാവൻഡറിലും അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ആ ഒരു എംബോസ്ഡ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് സ്കാലപ്പ് ഫിനിഷിലാണ് ബോർഡർ വരുന്നത്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ പ്ലെയിൻ ബ്ലൗസാണ് എല്ലാ സാരിക്കും വരുന്നത്.